ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി വളരെ വേഗത്തിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ചപ്പാത്തി ഉണ്ടാക്കണവരാണെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോ കണ്ട ഒന്നും കൂടി നോക്കി നോക്കി പോകില്ലേ, നമ്മൾ ഉണ്ടാക്കണേലും നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ചപ്പാത്തി ഞാൻ പൊതുവെ ഉണ്ടാക്കാറില്ല, പിന്നെ ചപ്പാത്തി എനിക്ക് ഇഷ്ടമല്ല. പക്ഷേങ്കിൽ ഈ ഈ കോലത്തിലൊന്നും ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കലുണ്ട്. ഞാൻ ഈ ചപ്പാത്തി ഉണ്ടായിരിക്കുന്ന റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റ് ഓടിയില്ലേ, അതും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 കപ്പ് ഗോതമ്പ് പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ റേഷൻ കടയിലത്തെ ആ പാക്കറ്റ് പൊടിയില്ലേ, അതാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് 3 കപ്പ് അളവിന് 3 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ വെള്ളത്തിലൊന്നും ഒരു കുറവും കൂടുതലൊന്നും പറ്റില്ല. 3 കപ്പ് പൊടിക്ക് 3 കപ്പ് വെള്ളം, ഈ ഒരു കപ്പ് തന്നെ. അപ്പോൾ നമുക്ക് പിന്നെ ഒരു പാത്രം എടുക്കാം. 3 കപ്പ് വെള്ളം അവിടെ എടുത്ത് വെക്കുക. പിന്നെ ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചെറിയൊരു സ്പൂണാട്ടോ. ആ സ്പൂണിൻ്റെ അളവിന് 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതേ സ്പൂണിൻ്റെ അളവിന് 3 സ്പൂണ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തത്. 3 സ്പൂണ് ഗോതമ്പ് പൊടി. പിന്നെ അതിലേക്ക് ചേർത്തത് നമ്മൾ ആവശ്യത്തിനുള്ള ഒരു 3/4 സ്പൂണ് ഉപ്പാട്ടോ. പിന്നെ നമ്മൾ മധുരമൊക്കെ വേണമെങ്കിൽ കുറച്ച് ഷുഗറൊക്കെ ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് ഷുഗറൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് 3 കപ്പ് വെള്ളം വേണം പറഞ്ഞില്ലേ, അതിലത്തെ 1 കപ്പിലത്തെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ടല്ലാതെ ഒന്നിങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള കട്ട പിടിക്കരുത് കേട്ടോ. ബാക്കിയുള്ള 2 കപ്പ് വെള്ളം കൂടി ഇതിലൊഴിച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമ്മളിത് സ്റ്റൗവിൽ വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇത് സ്റ്റൗവിൽ വെക്കുകയാണ്. സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായി തിളക്കണം കേട്ടോ. തിളച്ച് വന്നപ്പോൾ നമ്മൾ ഈ പൊടി ഇതിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് സ്റ്റൗവൊക്കെ ഓഫാക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തിട്ട് അപ്പം തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല വേഗമാണ് കുഴച്ചെടുക്കാനൊക്കെ. ഒന്നും ചൂടാറിയിക്ക് തന്നെ നന്നായിട്ടിത് കുഴച്ച് നമുക്ക് എടുക്കാം. കാരണം വെളിച്ചെണ്ണയൊക്കെ പിന്നെ ചേർത്തുകൊണ്ടേ നല്ലൊരു. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരമൊക്കെ അങ്ങനെ കുഴച്ചാൽ മതി കേട്ടോ. അധികം നേരം ഇതൊന്നും മല്ലിക്കെട്ടാനൊന്നുമില്ല. ഇതിൽ ഹൈലൈറ്റായി നിൽക്കുന്ന നമ്മൾ ആ പൊടി വാട്ടാൻ ഉപയോഗിച്ച വെള്ളമല്ലേ, അതാണ് കേട്ടോ. പിന്നെ ഗോതമ്പ് പൊടിയൊക്കെ ആയിട്ട് കലക്കിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ള അതാണ് ഇതിൽ ഹൈലൈറ്റായി നിൽക്കുന്നത്. അതാണ് ഈ ചപ്പാത്തിനെ ഇത്രയും സോഫ്റ്റും ടേസ്റ്റും ആക്കി മാറ്റിയത് കേട്ടോ. അപ്പോൾ എന്തായാലും അതുപോലെ ചപ്പാത്തിക്ക് മാവ് ഉണ്ടാക്കിയിട്ട് ഇതതുപോലെ നമുക്കിത് പരത്തിയെടുക്കാം. ഇത് വെച്ചിട്ടാട്ടോ ഞാൻ പരത്തണത്. ഇത് വെച്ചിട്ട് പരത്തി കഴിഞ്ഞാലുണ്ടല്ലോ വേഗം പരത്തൽ കഴിയും. അപ്പം ഞാൻ ആ മരത്തിൻ്റെ അതൊന്നും എനിക്കിഷ്ടമല്ല ഒന്ന് ഉപയോഗിക്കണം. അതൊക്കെ പരത്തിയാൽ അങ്ങോട്ട് നീങ്ങൂല. അപ്പോൾ ഇതും കൊണ്ട് പരത്തി കഴിഞ്ഞാൽ വേഗം പരത്തൽ കഴിയും. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് അത്ര പരത്താൻ അറിയില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പരത്തും. അത്ര അങ്ങനെ നല്ല വട്ടത്തിലൊന്നും വരില്ല. എന്തെങ്കിലുമൊക്കെ ആകൃതിയിലൊക്കെ ചിലപ്പോൾ ആയിപ്പോവും, എന്നാലും കുഴപ്പമില്ലാതെ പരത്തും. അപ്പം നമുക്കിത് ഓരോന്നും അങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഇവിടെ ഒക്കെ പരത്തിയിട്ടുണ്ട് കേട്ടോ. പരത്താനൊക്കെ വേഗമാണ്.
കാരണം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് വേഗം പരന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇതുപോലെ ചപ്പാത്തി ഓരോന്നും ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് നല്ല പൊള്ളയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ട് പൊള്ളയായി വരുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്നിങ്ങനെ തൂവി കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അല്ലാത്തവരെ ഉപയോഗിക്കണ്ട, സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോ ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ അവിടെ ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്ക് കൊടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.